ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ചാർലി. ഞാൻ ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നി. എന്റെ ലൈഫിൽ പലരിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം ദാറ്റ് മച്ച് ഓൺലി. ഇതിനൊരു എവിഡൻസോ അതൊന്നും എന്റെ കയ്യിലില്ല. ജസ്റ്റ് എന്റെ ഒരു ഇൻഫർമേഷൻ ദാറ്റ് മച്ച് ഓൺലി. എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്നാണ് എനിക്ക് പറയാന്നുള്ളത്. എന്തുകൊണ്ട് ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, പെട്ടെന്ന് നമ്മളിപ്പോ ഒരു ഡിഫറെന്റ് കൺട്രിയിൽ നമ്മൾ സെറ്റിൽ ആവുന്ന സമയത്തൊക്കെ നമുക്ക് പല കാര്യങ്ങളും, കാരണം നമ്മളിപ്പോ ഒരു മോർഗേജ് എല്ലാം എടുത്ത് നമ്മൾ മോർഗേജും ഫിനാൻസും ലോണും EMIസും എല്ലാം എടുത്തിട്ടായിരിക്കും നമ്മളിവിടെ ജീവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹെൽത്തിന് ഇഷ്യൂ വന്ന് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിക്കയറാം, നമ്മുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കവർ, ദാറ്റ് മച്ച് ഓൺലി, ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതിനായിട്ട് മാസത്തിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ലക്ഷറിനും നമ്മൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അറ്റ്ലീസ്റ്റ് ഒരു പെട്രോൾ അടിക്കുന്ന പൈസയുടെ പോലും അത്രയും വരുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു ക്ലെയിം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് എടുത്തു വെക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇനി ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു വെക്കണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇവിടെ വന്ന ചെറുപ്പക്കാർ ഇത് എടുത്തു വെക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ മാസം നമ്മുടെ ഏണിങ്സിലും ഇതൊരു സേവിങ്സ് ആണ് ഫ്യൂച്ചറിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇൻഷുറൻസ് കമ്പനീസ് ആപ്ലിക്കേഷന്റെ വളരെ ടൈമിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഏജ് ആണ്. ഇപ്പൊ നമുക്ക് 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇൻഷുറൻസ് എടുക്കുന്ന അതേ മന്ത്ലി പ്രീമിയത്തിന്റെ അതേ എമൗണ്ട് ആയിരിക്കില്ല 40-45 വയസ്സുള്ള ഇൻഷുറൻസ് പ്രീമിയം. ഏജ് ഒരു ഫാക്ടറാണ്. കാരണം 20-30 ഇടയ്ക്കുള്ള ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രീമിയം മന്ത്ലി എമൗണ്ട് ആയിരിക്കില്ല 40-50 ഇടയ്ക്ക് ഒരാൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏജ് കൂടുന്തോറും പ്രീമിയം കൂടും, ഏജ് കുറയും തോറും പ്രീമിയം കുറയും. ദാറ്റ്സ് മച്ച് ഓൺലി. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഷുറൻസ് മെയിൻലി 3 ടൈപ്സ് ആണ് വരുന്നത് ഹെൽത്തില്. അതിൽ വരുന്ന ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ്, രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ, ക്രിട്ടിക്കൽ കെയർ. ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. എന്താണ് ലൈഫ് ഇൻഷുറൻസ്? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ഫോർ അവർ ഫാമിലി ഇൻ അവർ ആബ്സെന്റ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഓർമ്മ എടുത്തു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. എന്താണ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനിയുടെ ലിസ്റ്റിലുള്ള 80 മുതൽ 100 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഡേഞ്ചറസ് ഡിസീസ് ഉള്ള ഏതെങ്കിലും ഡിസീസ് നമുക്ക് വരികയാണെങ്കിൽ, നമുക്ക് ഈ ഡിസീസ് വന്നു കഴിഞ്ഞാൽ എമൗണ്ട് നമുക്ക് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ദാറ്റ്സ് ഓൺലി. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്രിട്ടിക്കൽ ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ പിന്നെ ജോലിക്കൊന്നും പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡ് ആയിരിക്കും, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. ആ സമയത്ത് നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് കിട്ടാൻ വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം 6 മാസം 1 മാസവും 2 കൊല്ലമൊക്കെ ചില സമയത്ത് ഇരിക്കേണ്ടി വരും നമ്മൾ സിക്കൊക്കെ എടുത്ത്. അപ്പൊ ആ സമയത്ത് ശമ്പളം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു വലിയ എമൗണ്ട്, ആ എമൗണ്ട് കമ്പനീസ് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യും ഈ ക്രിട്ടിക്കൽ ഡിസീസ് കാറ്റഗറിയിലാണെങ്കിൽ. ഇനി മൂന്നാമത്തതാണ് ഇൻകം പ്രൊട്ടക്ഷൻ. ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. സോ എന്താണ് ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് റീസൺസ് കൊണ്ടാവാം, ഫിസിക്കൽ ആവാം, എന്ത് റീസൺ, മെന്റൽ ആവാം, എന്ത് റീസണും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഹെൽത്ത് റിയാക്ഷൻസ് ആവാം, എന്തെങ്കിലും പ്രോബ്ലംസ് ആവാം, ഫിസിക്കൽ പ്രോബ്ലംസ് ആവാം, ഈവൻ നമ്മൾ വീട്ടിൽ വീണതാവാം, അല്ലെങ്കിൽ നമ്മൾ ആക്സിഡന്റ് ആവാം, എന്തു പറ്റിയാലും ഈ കേസസിൽ നമുക്ക് എല്ലാ മാസം നമ്മുടെ കറന്റ് സാലറി 60 to 70 ഇൻഷുറൻസ് കമ്പനീസ് നമുക്ക് മന്ത്ലി പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് നമുക്ക് ഒരു സാലറി കിട്ടുന്നത് പോലെ ആ കമ്പനീസ് നമുക്ക് മന്ത്ലി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതേ ചെറിയ എമൗണ്ടിൽ നമ്മുടെ ഫാമിലിയെ ഫിനാൻഷ്യലി നമുക്ക് ആ സമയത്ത് സേഫായും പ്രൊട്ടക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ഇല്ലാതെ റിസ്ക് ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും വിതൗട്ട് റിസ്ക്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി സ്നേഹിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ, ഇതെല്ലാം നിങ്ങൾ ചെയ്യും. ദാറ്റ്സ് ഓൺലി. അല്ലാതെ സിമ്പിൾ ആയിട്ട് വേറെ കാര്യമൊന്നും പറയാനില്ല എനിക്ക്. എന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ചെറിയ ബേസിക് കോമൺ ടിപ്സ് ആയിട്ട് ഞാനും വീണ്ടും വരാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബൈ.